കഴിഞ്ഞ ചൊവ്വാഴ്ച കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് അമിത്ഷാ ആഭ്യന്തരമന്ത്രി രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും ഉണ്ടാകുമെന്ന് 7 ദിവസം അറിയിപ്പ് നൽകി. ഒഡീഷയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടെ ഒരാൾ മാത്രമാണ് മരിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ സൈറ്റിലും ഈ മുന്നറിയിപ്പ് ഉണ്ട്. ചിലർ ഇന്ത്യൻ വെബ്സൈറ്റുകൾ നോക്കില്ല, വിദേശ സൈറ്റുകൾ മാത്രമേ നോക്കൂ എന്നും അമിത്ഷാ പറയുന്നുണ്ട്. ബി ബാലഗോപാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നൽകാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബാലു, നേരത്തെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെ വശങ്ങൾ ഇന്ന് ആഭ്യന്തരമന്ത്രി സഭയെ അറിയിക്കുന്നുണ്ട്? പ്രതീക്ഷ, വളരെ ഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം ഈ വയനാട് ദുരന്തം സംബന്ധിച്ചുള്ള ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ അമിത്ഷാ ഈ കേരളത്തിന് ഈ മുന്നറിയിപ്പ്, അതായത് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ജൂലൈ 23-ന് കേന്ദ്രം സംസ്ഥാനത്തിന് അയച്ച കത്തിൽ കേരളത്തിൽ കനത്ത മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും പ്രളയവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ഉള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളം ഈ മുന്നറിയിപ്പ് കണക്കിലെടുത്തില്ല എന്നും യാതൊരു തരത്തിലുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചില്ല എന്നുമാണ് അമിത്ഷാ ഇപ്പോൾ രാജ്യസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ NDRFന്റെ 9 ബറ്റാലിയനുകളെ കേരളത്തിലേക്ക് ജൂലൈ 23-ന് തന്നെ, അതായത് ഈ പ്രളയ മുന്നറിയിപ്പ് നൽകിയ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ അയച്ചിരുന്നു എന്നും അമിത്ഷാ ഇപ്പോൾ രാജ്യസഭയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഗുരുതരമായ സാഹചര്യം മനസ്സിലാക്കി കേരളം യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. സമാനമായ മുന്നറിയിപ്പ് ഒറീസ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നു. ഒറീസയിൽ ഈ വലിയ തോതിലുള്ള ഈ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒറീസ സർക്കാർ നടപടി സ്വീകരിക്കുകയും അവിടെ മരണം ഒന്നായി മാത്രം കുറയ്ക്കാൻ വേണ്ടി ബി ബാലഗോപാലാണ് വളരെ ഗുരുതരമായ ഒരു വിഷയം ചൂണ്ടിക്കാട്ടുകയാണ് രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. അങ്ങനെയെങ്കിൽ നമ്മളൊരു ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ മറ്റ് വശങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതും ചോദ്യമുനയായി തന്നെ സംസ്ഥാന സർക്കാരിന് നേരെ ഉന്നയിക്കപ്പെടും. ഇന്ന് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഡീറ്റെയിൽസ് നൽകാൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലും ഒരുപക്ഷെ ഇത് ചോദ്യമായി വന്നേക്കാം. കേന്ദ്രം കേരളത്തെ പഴിക്കുന്നു, നേരത്തെ തന്നെ മുന്നറിയിപ്പ് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എന്നുകൂടി അറിയിക്കുകയാണ്.